വൈശേഷികൻ പറയുന്നത്, കണാദൻ പറയുന്നത്, യതഃ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ. യാതൊന്നിൽ നിന്നാണോ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകുന്നത്, ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി, അത് യാതൊന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. മുക്തി. സ്വാമിജി, മുക്തി എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എനിക്ക് മുക്തി നേടുക. എന്താണ് ഈ മുക്തി? നല്ല ചോദ്യമാണ്. സനാതനധർമ്മത്തിൻ്റെ 4ാമത്തെ പാദമാണ് മുക്തി, മോക്ഷം എന്നും പറയും. മോക്ഷം. പിന്നെ പ്രമാണം പറയാൻ യോഗശിഖ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ചിത്തേ ചലതി സംസാരോ നിശ്ചലം മോക്ഷമുച്യതേ. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ നമ്മൾ മനസ്സ് ബന്ധനങ്ങളിൽ കിടക്കുകയാണ്. അതെ അതെ അതെ. ആ ബന്ധനങ്ങളെ വിട്ട് അതിൻ്റെ സ്വരൂപത്തിൽ മനസ്സ് നിൽക്കുന്ന അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. ആളുകൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് മുക്തി മരണത്തിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ മരണത്തിൽ അവസാനിക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അത് ജീവിച്ചിരിക്കുമ്പം തന്നെ ഉണ്ടാകുന്ന ഒരു സാധകൻ ഹംസയോഗിക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. യോഗത്തിൽ യോഗ സാധനയിൽ 2 ഘട്ടങ്ങളുണ്ട്, യോഗവീതി, ജ്ഞാനവീതി. ആദ്യത്തെ ഘട്ടം യോഗവീതി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള അഭ്യാസങ്ങളെല്ലാം നടത്തി ചിത്തത്തിൻ്റെ വൃത്തികളൊക്കെ നിരോധിച്ച് അടങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ മുക്തി എത്തിയത് കൊണ്ട് ജീവന് പുനർജന്മം ഇല്ലാതാകുന്നില്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ, നേരത്തെയുള്ള കർമ്മവാസനകൾ, സഞ്ചയങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഒരു ഷാഡോ, നിഴൽ അപ്പോഴും ജീവനിലുണ്ട്. അതിനെയും കൂടി സാധന കൊണ്ട് ഇല്ലാതാക്കണം. യോഗസൂത്രത്തിൽ പറയുന്നത് അതിനൊക്കെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പറഞ്ഞേക്കണം എന്നാണ്. തേ പ്രതിപ്രസവ ഹേയാഹ സൂക്ഷ്മാഹ. അപ്പം മനസ്സ് ഇങ്ങനെ പൂർണ്ണമായിട്ടും സ്വസ്ഥാനത്ത് അഭിരമിക്കാൻ തുടങ്ങിയാലും ഈ പണിയുടെ ബാക്കിയുണ്ട്. ഇതും കഴിഞ്ഞിട്ട് സാധന ചെയ്തിട്ട് നമ്മളെ കർമ്മസഞ്ചയങ്ങളും വാസനകളൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മനസ്സ് സ്ഥിരമായി ആ ഒരു നിത്യവസ്തു അല്ലെ ആ ബോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്നേക്കുമായി ലയിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. യോഗസൂത്രത്തിൽ ആ അവസ്ഥയെ ധർമ്മമേഘ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ മുക്തനായിട്ട് ജനന മരണ ചക്രങ്ങളെ ലംഘിക്കാൻ വേണ്ടി ഉള്ള ആ പ്രയത്നങ്ങൾ യോഗി തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അവസാനം ധർമ്മമേഘ സമാധിയിലെത്തുമ്പോഴാണ് ഈ ശരീരത്തെ യോഗിക്ക് വേണമെങ്കിൽ ശരീരത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അത് സ്വീകരിക്കാം. ഇനി അതല്ലെങ്കിൽ പഞ്ചഭൂത ജയസിദ്ധി വന്ന യോഗിക്ക് ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ തൻ്റെ ഇഷ്ടപ്രകാരം വിഘടിച്ച് അതിനെയും കൂടി പ്രഭവസ്ഥാനത്തേക്ക് പറഞ്ഞയക്കാൻ സാധിക്കും. കർപ്പൂര സമാധി എന്നൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ സാങ്കേതികത്വം ഇതാണ്. അപ്പോൾ ഇത്രയാണ് പിന്നെ മുക്തി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പുനരാവർത്തിയില്ലാതെ ജീവൻ മൂലപ്രകൃതിയിലേക്ക് ലയിക്കുന്നതിനെ സമാധിയിൽ മഹാസമാധി എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ ക്രമം. ഓക്കെ. ഈ മുക്തി നേടുക എന്ന ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഒരാളുടെ എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരു പ്രഷർഫുൾ ലൈഫായിരിക്കാം, ചിലപ്പോൾ വളരെ പ്ലസൻ്റായിട്ട് പോകുന്ന ലൈഫായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇവർ എന്താ പറയുക വേറെ ബാധ്യതകളൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും ധ്യാനത്തിന് കിട്ടിയാൽ ധ്യാനത്തിന് പോവുക, അല്ലെങ്കിൽ സ്വാമിജിയെ കാണുക, ആശ്രമത്തിൽ പോയാൽ ഭാഗ്യം, പോയില്ലെങ്കിൽ അല്ലാതെ ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതും ഈ മാനുഷിക ജീവിതത്തിലുണ്ടാകുന്ന പ്രാക്ടിക്കാലിറ്റിയും അതിന് ഓവർ റൂൾ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ മുക്തിയിലേക്ക് വളരെ പെട്ടെന്ന് ലയിക്കാം എന്നുള്ളത് എന്തെങ്കിലും ഒരു ഷോർട്ടസ്റ്റ് ടൂൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പം എനിക്ക് പറ്റില്ല, എനിക്ക് ടൈം, എൻ്റെ വീടും ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ലൈഫും മുന്നോട്ട് പോകണം, ടൈമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ അവരെങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെയൊരു ധാരണ പിശകിന് അടിസ്ഥാനം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വരുന്ന സന്യാസ സമ്പ്രദായങ്ങളാണ്. ഞാൻ അവരെ വിമർശിക്കുകയല്ല, വിയോജിക്കുകയാണ്. അവർക്ക് അവരുടേതായ ശരികളുണ്ടാവും, എനിക്ക് വിയോജിപ്പിന് എൻ്റേതായ ശരികളുണ്ടാവും. തീർച്ചയായിട്ടും ആ രീതിയിൽ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്.
എന്താ പറയുക, സനാതനധർമ്മം. ഞാൻ പറഞ്ഞു വരുന്നത് സനാതനധർമ്മത്തിൻ്റെ രീതിയാണ്. ഓക്കെ. സനാതനധർമ്മത്തിന് 4 പാദങ്ങളാണുള്ളത്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ എന്താണ് ഈ ധർമ്മം? ആദ്യത്തെ പാദം ധർമ്മമാണ് എന്നുള്ള ചോദ്യം വരും. അതിന് ധർമ്മത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ മാറി വരുമല്ലോ. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ഒന്നിച്ചു നിർത്താനുണ്ടാകുന്ന നിയമവ്യവസ്ഥയെ വേണമെങ്കിൽ ധർമ്മം എന്ന് വിളിക്കാം. അത് ബാഹ്യമായിട്ടില്ല, അത് യോഗ ഭാഷയിൽ പറഞ്ഞ അപരാപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിൽ അങ്ങനെ വിളിക്കാം. എന്നാൽ ഒരു മുമുക്ഷു മോക്ഷം വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ഒതുങ്ങി നിൽക്കില്ല. ധർമ്മത്തിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിർവചനം ഞാൻ കണ്ടിട്ടുള്ളത് വൈശേഷിക ദർശനത്തിലാണ്. വൈശേഷികൻ പറയുന്നത്, കണാദൻ പറയുന്നത്, യതഃ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ. യാതൊന്നിൽ നിന്നാണോ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകുന്നത്, ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി, അത് യാതൊന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇത് ഈ പറഞ്ഞത് 2 വാചകത്തിലാണെങ്കിലും ഇതിൻ്റെ സ്കോപ്പ് ഒരുപാട് ഡിബേറ്റ് ചെയ്യാനുള്ളതാണ്. എന്താ കാര്യം വെച്ചാൽ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ആധ്യാത്മികത എന്ന് അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് ധ്വനിയുണ്ടായി. അതല്ല, അത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ജീവിത രീതി അനുസരിച്ച് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് വളരെ ഇപ്പം ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും എന്ത് തൊഴിൽ ചെയ്യാനും ഏറ്റവും നല്ല സമയം യൗവനമാണ്. സാധന അനുഷ്ഠിക്കാനും ഈ നിയമം ബാധകമാണ്. ജീവിതത്തിൻ്റെ നല്ല സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് വരണം. അങ്ങനെ വന്നിട്ട് അത് ഒരു ക്രമമായിട്ടുള്ള ഒരു വേഗതയിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയല്ല ചെയ്ത് വന്നിട്ട് തൻ്റെ ധർമ്മങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകാം. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ രീതി. മറ്റേ രീതി എന്ന് വെച്ചാൽ, ഈ ലോകത്തോട് സന്യാസത്തിൻ്റെ രീതിയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരുതരം നിഷേധാത്മകമായ കാഴ്ചപ്പാട്. അതിൽ നിന്നൊക്കെ നിരസിച്ച് പോവുകയാണ് എവിടെയെങ്കിലുമൊക്കെ മോക്ഷം വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നമ്മുടെ ആധ്യാത്മിക മണ്ഡലത്തെ വല്ലാതെ കലുഷിതമാക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സാധനാ ജീവിതത്തിൽ ഇപ്പം എനിക്കിപ്പം സാധനയ്ക്ക് ഉപയോഗിക്കുന്ന കാലം, ആ കാലം ഒരുപക്ഷെ 1-2 മണിക്കൂറോ കൂട്ടിയെടുക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ സ്നേഹിതർക്കൊക്കെ ആകാംക്ഷയായി, ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്. ആ ആകാംക്ഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ഭീകരമായ എന്തോ ഒന്നാണ് എന്നുള്ള ഒരു തെറ്റായ ചിത്രം ഈ സന്യാസ പാരമ്പര്യം മൂലം ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്കതിന് ന്യായീകരണങ്ങളുണ്ടാവും. ഞാനതിനെ നിഷേധിക്കുന്നില്ല, അതിശക്തമായി വിയോജിക്കുകയാണ്. സനാതനധർമ്മത്തിൻ്റെ രീതി വിഹിതങ്ങളായ സുഖഭോഗങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് മുക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മം അതാണ്. അങ്ങനെ ധർമ്മത്തെ അടിസ്ഥാനമാക്കി സമ്പത്ത്, അർത്ഥം സമ്പാദിക്കാം. അർത്ഥം സമ്പാദിച്ചു കഴിഞ്ഞാലോ കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കാമം അനുഭവിക്കാം. അതിൻ്റെ ഫലമായിട്ട് പിന്നെ കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ വേണ്ട രീതിയിൽ എത്തിച്ച് പിന്നെ മോക്ഷത്തിലേക്കും പോകാം. അപ്പോൾ ഇത് ആധ്യാത്മികത എന്ന് പറയുന്നത് ശ്വാസം നമ്മുടെ കൂടെയുള്ളതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സത്യമാണ്. ഞാനിതിന് ആധ്യാത്മികത എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആത്മീയതയും ഭൗതികതയും തമ്മിൽ എത്ര ആലോചിച്ചിട്ടും ഒരു വ്യക്തമായ അതിരിട്ട് തിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യോഗിക്ക് അല്ലെങ്കിൽ ന്യായദർശനമായിക്കോട്ടെ, വൈശേഷികമായിക്കോട്ടെ, സാഖ്യമായിക്കോട്ടെ, യോഗമായിക്കോട്ടെ, ഈ എല്ലാം ഭൗതികമാണ്. മനസ്സ് വരെ ഭൗതികമാണ്. യോഗത്തിലും അതെ, സാഖ്യത്തിലും അതെ, വൈശേഷികത്തിലും അതെ. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരിക്കും യോഗി കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും സന്തോഷം സ്വാമിജി. കാരണം ഇങ്ങനൊരു വളരെ ഈ മുക്തിയെ പറ്റി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പറഞ്ഞു കൊടുത്തതിന് സന്തോഷം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും മുക്തി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.